ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ഈവനിങ് സ്നാക്കാണ്. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതുണ്ട്, പുറംഭാഗമൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്ന, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈസി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് 2 ഉരുളക്കിഴങ്ങ് എടുക്കാം. അത് നമുക്ക് കഴുകി 2ആക്കി മുറിച്ചിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ തൊലി അങ്ങ് പൊളിച്ച് നന്നായിട്ടങ്ങ് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടയ്ക്കാന്ന് വെച്ചാൽ കൈ കൊണ്ട് വേണമെങ്കിൽ ഉടയ്ക്കാം കേട്ടോ. ഒട്ടും തന്നെ കട്ടകളില്ലാതെ അങ്ങ് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നന്നായിട്ട് സ്മൂത്തായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണേ. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒറിഗാനോ സീസണിംഗ് ആണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സീസണിംഗ് ആണ് കേട്ടോ ചേർക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വെളുത്തുള്ളി എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്കൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ. അത്രയേ ഉള്ളൂ. ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് കുഴച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴയ്ക്കാൻ പറ്റും. വെള്ളം ഒന്നും ചേർക്കേണ്ട. ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കുഴച്ച് എടുത്തിട്ടുണ്ട്. നമുക്കത് ഒറ്റ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. അത് 2 ആക്കിയിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുകയാണ്. കൗണ്ടർ ടോപ്പിലിട്ട് റോൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകേൻ്റെ മേലെ ഇട്ടിട്ട് റോൾ ചെയ്തെടുക്കാം. ആ റോൾ ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളതിനൊരു ഷേപ്പ് ആക്കാനായിട്ട് ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ചൂടാകുന്നുണ്ട്. അപ്പോൾ ചൂടായൊന്ന് നോക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഉരുളെടുത്ത് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇടുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങ് പൊങ്ങി വരും. അപ്പോൾ അത് മതി. നമുക്കത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ ഇളക്കണ്ട. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ചിലപ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോകും. ഒന്ന് ഇളക്കിയാൽ മതി. അതുകൊണ്ടോ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തില്ല. എന്നിട്ട് നല്ല ഗുണ്ടുമണികളായി വന്നിട്ടുണ്ട്. നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത സെറ്റും അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി വെച്ച് എല്ലാം കട്ട് ചെയ്ത് ഡിസൈനൊക്കെ ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ മതി. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ടിരുന്ന സമയത്ത് അപ്പം തന്നെ എണ്ണയ്ക്കകത്തിട്ട് ചൂടോടുകൂടി ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. മക്കളൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത്. നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ടാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ആ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വന്നാലും പ്രത്യേക ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഒറിഗാനോ ഇട്ടതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇഷ്ടമാവും തീർച്ചയായിട്ടും കുട്ടികൾക്ക്. ഇനി വേണമെങ്കിൽ നമുക്കിത് സോസൊക്കെ കൂട്ടി കഴിക്കാം. അതിനും വേറൊരു ടേസ്റ്റ്. സോസിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടി സോസൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്ക്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ കഴിക്കണം. പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.